ഹജ്ജ് തീർത്ഥാടകരുടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സംഘം മദീനയിലെത്തി. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം മെയ് 21 യാത്ര തിരിക്കും. ഹൈദരാബാദിൽ നിന്നും ശ്രീനഗറിൽ നിന്നുമാണ് ആദ്യ വിമാനങ്ങൾ എത്തിയത്. 10ഓളം വിമാനങ്ങളിലായി 3000-ലേറെ ഇന്ത്യൻ ഹാജിമാരാണ് മദീനയിലെത്തിയത്. ഇതോടെ ഈ വർഷത്തെ ഹജ്ജ് സീസണിന് തുടക്കമായി. ഹൈദരാബാദിൽ നിന്നുള്ള ആദ്യ സംഘത്തെ സ്വീകരിക്കാൻ സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് സർവീസ് മന്ത്രി സാലിഹ് ബിൻ നാസർ അൽ ജാസർ, ഹജ്ജ് ഉംറ ഡെപ്യൂട്ടി മന്ത്രി അബ്ദുൽ ഫത്താഹ് ബിൻ സുലൈമാൻ മഷാത്ത്, ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, കോൺസുൽ ജനറൽ ഓഫ് ഇന്ത്യ മുഹമ്മദ് ആഷിം ആലം, മറ്റ് സൗദി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ, സാമൂഹിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ എത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നും ഈ വർഷം 1,75,025 പേരാണ് ഹജ്ജ് കർമ്മങ്ങൾക്കായി ജിദ്ദ മദീന വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. ഇവരിൽ 1,40,020 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി മുഖേനയും 35,005 പേർ സ്വകാര്യ ഗ്രൂപ്പിലുമാണ് എത്തുക. മദീനയിൽ ഇറങ്ങുന്ന ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് ജിദ്ദയിൽ നിന്ന് മടങ്ങും. 18,019 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഇത്തവണ കേരളത്തിൽ നിന്നെത്തുക. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഈ മാസം 21 കരിപ്പൂരിൽ നിന്നാകും യാത്ര തിരിക്കുക. കൊച്ചിയിൽ നിന്നുള്ളത് 26-നും കണ്ണൂരിൽ നിന്നുള്ളത് ജൂൺ 1-നും പുറപ്പെടും. ഇവർക്ക് ഹജ്ജ് കഴിഞ്ഞാകും മദീന സന്ദർശനം.